നമസ്കാരം വിദ്യാർത്ഥികളെ. ഈ ടോപ്പിക്കിൽ വെൽഡ് ഗേജുകൾ ഉപയോഗിച്ച് വെൽഡ് മെന്റുകളിൽ എങ്ങനെ പരിശോധന നടത്താമെന്ന് നിങ്ങൾ പഠിക്കാൻ പോകും. ഈ എക്സസൈസിന് അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നതിന് കഴിയും: വെൽഡുകൾ പരിശോധിക്കാൻ ഒരു വെൽഡ് ഗേജ് ഉപയോഗിക്കുക. ഇനി പറയുന്നതിൽ ഒരു വെൽഡ് ഗേജ് ഉപയോഗിച്ച് വെൽഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യാം. ലെഗ് ലെങ്ത്, കോൺകേവ്, കോൺവെക്സ്, റോഡ് തിക്നെസ് ഒപ്പം നൽകിയിരിക്കുന്ന ഫോർമാറ്റിൽ നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തുക. വെൽഡ് പരിശോധനയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന ഏതൊക്കെ ടൈപ്പ് വെൽഡ് ഗേജുകൾ ഉണ്ട് എന്ന് നമുക്കിപ്പോൾ നോക്കാം. വെൽഡിംഗ് ഇൻസ്പെക്ഷൻ റൂളർ വെൽഡ് ഗേജ് 1, യൂണിവേഴ്സൽ വെൽഡ് ഗേജ് വെൽഡ് ഗേജ് 2, വെൽഡിംഗ് ഗേജ് വെൽഡ് ഗേജ് 3, ഡിജിറ്റൽ വെൽഡ് ഗേജ് വെൽഡ് ഗേജ് 3, ഹൈ ലോ വെൽഡ് ഗേജ് 4, ഇക്കോണമി സിംഗിൾ പർപ്പസ് ഹൈ ലോ വെൽഡ് ഗേജ്, വെൽഡിംഗ് ഗേജ് വെൽഡ് ഗേജ് 5, ഓട്ടോമാറ്റിക് വെൽഡിംഗ് സൈസ് ഗേജ് AWS വെൽഡ് ഗേജ് 7, ബ്രിഡ്ജ് കാം ഗേജ്, അഡ്ജസ്റ്റബിൾ ഫില്ലറ്റ് വെൽഡ് ഗേജ് 8, പൈപ്പ് പീറ്റ് ഗേജ് വെൽഡ് ഗേജ് 10, സ്ക്യൂട്ടി ഫില്ലറ്റ് വെൽഡ് ഗേജ് 12, വിഷ്വൽ വെൽഡ് അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ VWAC സിംഗിൾ വെൽഡ് ഗേജ്, പോക്കറ്റ് ബ്രിഡ്ജ് കാം ഗേജ്. നമുക്കിപ്പോൾ വെൽഡ് ഗേജുകൾ ഉപയോഗിച്ച് വെൽഡുകളുടെ പരിശോധനയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നോക്കാം. വെൽഡ് ഗേജുകൾ ഉപയോഗിച്ച് പരിശോധനയ്ക്കായി സാമ്പിളുകൾ നൽകും. നൽകിയിരിക്കുന്ന സ്ഥലത്ത് സാമ്പിൾ വയ്ക്കുക. വെൽഡ് ഗേജുകളുടെ പരിശോധനയ്ക്ക് ശരിയായ സ്റ്റാൻഡിംഗ് ആവശ്യമാണ്. വെൽഡ് ജോയിന്റിന്റെ തന്നിരിക്കുന്ന സാമ്പിളിന്റെ ബീഡ് നിരീക്ഷിക്കുക. ഏത് തരത്തിലുള്ള വെൽഡ് പരിശോധനയാണ് നടത്തേണ്ടതെന്ന് ഉറപ്പാക്കുക. ബീഡ് പ്രൊഫൈലിനെ അടിസ്ഥാനമാക്കി വെൽഡ് ഗേജ് തിരഞ്ഞെടുക്കണം. വെൽഡ് പരിശോധന ആരംഭിക്കുന്നതിന് മുമ്പ് സാമ്പിൾ പരിശോധിക്കുക. വെൽഡ് ഗേജ് കൃത്യമായി അളക്കാൻ വെൽഡ് ബീഡുകൾ നന്നായി വൃത്തിയാക്കണം. വെൽഡ് ബീഡ് വൃത്തിയുള്ളതല്ലെങ്കിൽ സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് വൃത്തിയാക്കുക. വെൽഡ് ബീഡ് വൃത്തിയാക്കിയതിനു ശേഷം വെൽഡ് അളക്കാനുള്ള സാമ്പിൾ പ്ലേസ് ചെയ്യുക. വെൽഡ് ഗേജ് വഴി വെൽഡ് ബീഡ് പ്രൊഫൈൽ തിരഞ്ഞെടുത്ത് പ്രോസസ് ആരംഭിക്കുക. ഇപ്പോൾ വെൽഡ് ഗേജുകൾ ഉപയോഗിച്ച് വെൽഡുകളുടെ പരിശോധന നടത്തുന്നതിനുള്ള പ്രോസസ് നോക്കാം. ടാസ്ക് 1: വെൽഡ് ഗേജുകൾ ഉപയോഗിച്ചുള്ള വെൽഡുകളുടെ പരിശോധന. ഒരു വെൽഡ് ഗേജ് ഉപയോഗിച്ച് പരിശോധനയ്ക്കായി നൽകിയിരിക്കുന്ന വെൽഡ് സാമ്പിൾ പഠിക്കുക. വെൽഡ് സർഫസിൽ നിന്ന് പൊടി, അഴുക്ക്, സ്ലാഗ് എന്നിവ ഒരു വയർ ബ്രഷ് ഉപയോഗിച്ച് വൃത്തിയാക്കുക. വെൽഡ് ഗേജിന്റെ ആവശ്യമായ വലുപ്പം തിരഞ്ഞെടുത്ത് വെൽഡ് മെന്റിന് നേരെ വെക്കുക. ഗേജ് സ്ലൈഡ് ചെയ്യുക. അങ്ങനെ മുകളിലെ അറ്റം വെർട്ടിക്കൽ പ്ലേറ്റിൽ മുട്ടുന്നു. ശരിയായ വലിപ്പം ഉറപ്പാക്കാൻ ഗേജ് വെൽഡിന്റെ മുകളിലെ അറ്റത്ത് മുട്ടണം. ഗേജിനും ടോയ്ക്കുമിടയിൽ സ്പേസ് ഉള്ള വെൽഡുകൾ സാധാരണയേക്കാൾ ചെറുതായിരിക്കണം. വെൽഡിന്റെ ടോ വലുതാണെങ്കിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഗേജിന് അതിനെ ഉൾക്കൊള്ളാൻ കൂടുതൽ ഇടമുണ്ട്. ഗേജിലെ വെർട്ടിക്കൽ ലൈൻ കാണിക്കുന്നത് ബോട്ടം ടോ പറഞ്ഞിരിക്കുന്ന സൈസിനേക്കാൾ വലുതാണ് എന്നതാണ്. ശരിയായ ത്രോട്ട് തിക്നെസ്സിനു വേണ്ടി വെൽഡ് വലിപ്പം 12 മില്ലിമീറ്റർ ആണെങ്കിൽ പരിശോധിക്കണം.
വെൽഡ് ബീഡുകളിൽ കോൺകേവ് അല്ലെങ്കിൽ കോൺവെക്സ് സ്പേസ് ഉണ്ടോ എന്ന് പരിശോധിച്ചാണ് ഇത് ചെയ്യുന്നത്. വെൽഡിന്റെ ശരിയായ ഫേസ് അത് കാണിച്ചിരിക്കുന്നത് പോലെ ഗേജുമായി യോജിക്കുന്നു. വെൽഡിന് സ്വീകാര്യമായ ത്രോട്ട് തിക്നെസ് അല്ലെങ്കിൽ സൈസ് ഉണ്ടായിരിക്കണം. ഇത് കോൺവെക്സും എന്നാൽ ആവശ്യമായ ലെഗ് സ്പേസിൽ കുറവുമാണെങ്കിൽ നോട്ട് അക്സെപ്റ്റബിൾ വെൽഡ്. അത് വെൽഡ് ടോയ്ക്കും ഗേജ് അളക്കുന്ന ഫേസിനും ഇടയിൽ ഒരു ക്ലിയറൻസ് ഉണ്ടെന്ന് കാണിക്കുന്നു. ടാസ്ക് 2. AWS സ്റ്റാൻഡേർഡ് ഫില്ലറ്റ് ഗേജ് ഉപയോഗിച്ച് ഫില്ലറ്റ് വെൽഡിന്റെ ലെഗ് സൈസ് അളക്കുക. വെൽഡിന്റെ ടോയ്ക്കെതിരായി ഗേജ് വയ്ക്കുക. ജോബിന്റെ ബോട്ടം പ്ലേറ്റിൽ റെസ്റ്റ് ചെയ്യുന്നതിന് പോയിന്റർ സ്ലൈഡ് ചെയ്യുക. ഗേജിന്റെ ഗ്രാജുവേറ്റഡ് സ്കെയിലിൽ ഫില്ലറ്റിന്റെ ലെഗ് സൈസ് നിരീക്ഷിക്കുന്നു. ഇത് ഫില്ലറ്റ് വെൽഡിന്റെ ലെഗ് സൈസ് ആണ്. ടാസ്ക് 3. ഫില്ലറ്റ് വെൽഡിന്റെ സ്വീകാര്യമായ കോൺവെക്സിറ്റി അളക്കാൻ ഫില്ലറ്റ് വെൽഡിന്റെ വെർട്ടിക്കൽ പ്ലേറ്റിനെതിരായി ഗേജ് വയ്ക്കുക. ഫില്ലറ്റ് വെൽഡ് ജോയിന്റിന്റെ വെർട്ടിക്കലും താഴത്തെയും പ്ലേറ്റുമായി 45 ഡിഗ്രി വശങ്ങൾ സമ്പർക്കത്തിലാണെന്ന് ഉറപ്പാക്കുക. വെൽഡ് ഫ്ലക്സ് ജോയിന്റിന് മുകളിൽ റെസ്റ്റ് ചെയ്യാൻ പോയിന്ററുമായി സ്ലൈഡ് ചെയ്യുക. സ്ലൈഡ് മാർക്ക് വെച്ച് കോഇൻസിഡൻസിൽ ഗ്രാജുവേറ്റ് സ്കെയിലിലെ അളവ് നിരീക്ഷിക്കുക. വെൽഡ് റീഇൻഫോഴ്സ്മെന്റിന്റെ സ്വീകാര്യമായ വലിപ്പം കണ്ടെത്തുന്നതിന് അളവ് രേഖപ്പെടുത്തുക. ടാസ്ക് 4. ഫില്ലറ്റ് വെൽഡിന്റെ സ്വീകാര്യമായ കോൺകാവിറ്റി അളക്കാൻ ഫില്ലറ്റ് വെൽഡ് ജോയിന്റിന്റെ വെർട്ടിക്കൽ പ്ലേറ്റിനെതിരെ ഗേജ് വയ്ക്കുക. 45 ഡിഗ്രി വശങ്ങൾ ഫില്ലറ്റ് വെൽഡ് ജോയിന്റിന്റെ വെർട്ടിക്കലും ഹൊറിസോണ്ടലുമായ പ്ലേറ്റുകളുമായി കോണ്ടാക്ട് ഉണ്ടെന്ന് ഉറപ്പാക്കുക. കോൺകേവ് വെൽഡ് ഫേസിന് മുകളിൽ റെസ്റ്റ് ചെയ്യുന്നതിന് പോയിന്റർ സ്ലൈഡ് ചെയ്യുക. മെഷർമെന്റ്, ഗ്രാജുവേഷൻസ്, സ്ലൈഡ് മാർക്കുമായുള്ള കോയിൻസിഡൻസ് എന്നിവ നിരീക്ഷിക്കുക. വെൽഡ് റീഇൻഫോഴ്സ്മെന്റിന്റെ സ്വീകാര്യമായ വലിപ്പം കണ്ടെത്തുന്നതിന് അളവ് രേഖപ്പെടുത്തുക. ടാസ്ക് 5. ബട്ട് വെൽഡിന്റെ ജോയിന്റിൽ റീഇൻഫോഴ്സ്മെന്റ് അളക്കാൻ ഗേജ് ബട്ട് ജോയിന്റിൽ വെക്കുക. അങ്ങനെ പോയിന്റർ വെൽഡ് സീമിന് മുകളിലായിട്ടിരിക്കും. അളവ് നിരീക്ഷിച്ച് അതനുസരിച്ച് വെൽഡിന്റെ കോൺകേവ് അല്ലെങ്കിൽ കോൺവെക്സ് ഭാഗത്ത് അത് സ്ഥാപിക്കുക. വെൽഡുകൾ പരിശോധനയ്ക്ക് വേണ്ടി നിരീക്ഷിക്കുന്നതിന് ആവശ്യമായ പോയിന്റുകൾ നോക്കുന്നതിനായി
നമ്മൾ വെൽഡ് ഗേജുകൾ ഉപയോഗിക്കാൻ പോവുകയാണ്. വെൽഡ് ഗേജ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് വെൽഡ് ജോയിന്റ് റെഡിയാക്കി വെക്കുക. വെൽഡ് ബീഡ് അഴുക്ക്, പൊടി, സ്ലാഗ് എന്നിവയിൽ നിന്ന് മുക്തമാണെന്ന് ഉറപ്പാക്കണം. ടെസ്റ്റ് നടത്തുമ്പോൾ എല്ലാ വെൽഡ് ഗേജും ടേബിളിൽ വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. എല്ലാ ജോയിന്റുകൾക്കും വെൽഡ് ഗേജ് സ്പെസിഫിക്കേഷൻ നോട്ടുകൾ തയ്യാറാക്കി സൂക്ഷിക്കണം. ഈ വിഷയത്തിൽ നമ്മൾ ഇതുവരെ പഠിച്ചത് നോക്കിയാലോ. വ്യത്യസ്ത തരത്തിലുള്ള വെൽഡ് ഗേജുകൾ, വെൽഡുകളുടെ പരിശോധനയ്ക്കായി വെൽഡ് ഗേജുകൾ എങ്ങനെ ഉപയോഗിക്കാം, ഫില്ലറ്റ് വെൽഡ് പ്രൊഫൈലിന്റെ കോൺകേവ്, കോൺവെക്സ് എന്നിവ പരിശോധിക്കാം, ലെഗ് ലെങ്തും ത്രോട്ട് തിക്നെസ്സും പരിശോധിക്കുന്നതിൽ. നന്ദി വിദ്യാർത്ഥികളെ, നമുക്ക് അടുത്ത സെഷനിൽ കാണാം.